TS ഉല്ലാസ് ബാബു, കേരളത്തിൽ നിത്യേന കഞ്ചാവ് കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട്. MDMA പോലെയുള്ള മാരക മയക്കുമരുന്ന് കേസുകളും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണ കണ്ണികളിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. ആരാണ് യഥാർത്ഥ ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണി എന്നുള്ളതിലേക്ക് ഒരിക്കൽ പോലും അന്വേഷണം എത്തുന്നത് നമ്മൾ കാണുന്നതേയില്ല. പലപ്പോഴും എക്സൈസ് പോലീസ് സംഘങ്ങൾ ഇത്തരം ആളുകളെ പിടികൂടുകയും അത് വാർത്താ മാധ്യമങ്ങൾക്കടക്കം റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും ആരാണ് ഈ വിതരണ ശൃംഖലയുടെ ഏറ്റവും തലപ്പത്തുള്ളവൻ, അല്ലെങ്കിൽ ആരിലേക്കാണ് ഇത് എത്തിക്കുന്നത് എന്നുള്ളത് വളരെ ബോധപൂർവം അവിടെ അങ്ങ് അവസാനിക്കുന്ന ഒരു പ്രവണതയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഉദാഹരണമായി ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട് ആ ദമ്പതികളെ ചോദ്യം ചെയ്തപ്പോൾ അവർ കൃത്യമായി 2 നടന്മാരുടെ പേര് പറഞ്ഞു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവരിലേക്ക് പോകുന്നത് പോലുമില്ല. പകരം അവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. കോടികളുടെ ഇടപാട് നടക്കുമ്പോഴും ഈ തുക ആര് കൈമാറുന്നു, അല്ലെങ്കിൽ ഈ ശൃംഖലയുടെ ഏറ്റവും ഉയർന്ന കണ്ണി എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിലേക്ക് അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടാണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേന്ദ്രത്തിൻ്റെ ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വളരെ കൃത്യമായിട്ട് BJPയുടെ നിലപാടുകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ ചെയ്യില്ല എന്ന്. പക്ഷെ നമ്മളിവിടെ ഇതിനകത്ത് ഇനി നമ്മൾ ഈ ലഹരി ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ടൊരു കാര്യമില്ല എന്ന്. അതിൻ്റെ പീക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി വേണ്ടത് കൃത്യമായ ആക്ഷനാണ്. ആ ആക്ഷന് സമഗ്രമായ ഒരു പ്ലാൻ സർക്കാർ ഉണ്ടാക്കാൻ തയ്യാറാക്കണം. അതിൻ്റെ കൈക്കൂലി മേടിക്കുന്ന ഉദ്യോഗസ്ഥരെയും കൊണ്ടുപോയിട്ട് ഈ പരിപാടി നടത്താമെന്ന് വിചാരിച്ചാൽ നടക്കൂലെന്ന്. ഒന്നാമത്തേൽ തോക്കും കൊണ്ട് നടക്കുന്ന ലഹരി മാഫിയകൾക്ക് പിടിക്കാൻ പോകുന്നത് ത്രെഡ് കാണുന്ന ടയറും കൊണ്ട് പോകുന്ന ജീപ്പുമായിട്ട് 2 ചൂരിലും കൊണ്ടുപോയി നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവണം, അതിനകത്ത് കൃത്യമായ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി, അതിനകത്ത് ടീമുണ്ടാക്കി, ആ ടീമിനകത്ത് എവിടെ നിന്നിത് വരുന്നു, ഇത് ഏത് മേഖലയിൽ ഇവരിത് വിതരണം ചെയ്യുന്നു, ആ വിതരണം ചെയ്യാൻ ഇവർ ഉപയോഗിക്കുന്ന ശൃംഖലകൾ ഏതൊക്കെയാണ്, അത് ഹെൽത്ത് ശൈലിയിലൂടെ പോകുന്നുണ്ടോ, പോസ്റ്റ് സർവീസ് ശൈലിയിലൂടെ പോകുന്നുണ്ടോ, അതോ കൊറിയർ സംവിധാനത്തിലൂടെ പോകുന്നുണ്ടോ, കുട്ടികളുടെ ബാഗിൽ വെച്ച് വിടുന്നുണ്ടോ? നിങ്ങൾ നോക്കൂ, വിദ്യാലയങ്ങൾ, കേരളത്തിലെ വിദ്യാലയങ്ങൾ എന്ന് പറയപ്പെടുന്നത് ആഴ്ചയിൽ ബാഗ് ചെക്കിംഗ് ആവശ്യമായ അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയപ്പെടുന്ന സമയത്ത് എത്ര കണ്ട് പ്രായോഗികമായിട്ട് ആ പ്രയാസം ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിനകത്ത് നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യണം. പൊതുവെ സമൂഹം വലിയ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും, ഇതെന്താ ചെറിയ കാര്യമല്ല. ഇത് ചെറിയ കാര്യമല്ല, ഇത് കേരളത്തിന് നശിപ്പിക്കും, ഇത് ഭാരതത്തിനെ നശിപ്പിക്കും. അതിന് കൃത്യമായി എത്ര കുടുംബങ്ങൾ ഉണ്ടെന്നറിയാമോ? അമ്മമാർ, അച്ഛന്മാർ കണ്ണീരിലാണെന്ന്. ഈ വൈകുന്നേരങ്ങളിൽ വാതിലടച്ചിരുന്ന ഈ കുട്ടികൾ അന്തവും കുന്തവുമില്ലാതെ ബോധവും പോയി ഇരിക്കുകയാണ്, കിളി പോകുന്ന അവസ്ഥ. ഇപ്പൊ ഷൈൻ ടോം ചാക്കോന്റെ കാര്യം പറഞ്ഞു. ബഹുമാനനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പിതാവ് ഇന്നലെ മാധ്യമങ്ങളോട് പറയുന്നതായി ഞാൻ കേട്ടു. 10 വർഷക്കാലം നടത്തിയതല്ലേ കേസ്. ഞാൻ ചോദിക്കട്ടെ, ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ചർച്ച ചെയ്യാൻ പോയ സമയത്തെ പ്രയാസത്തിന് വേണ്ടിയല്ലല്ലോ 10 വർഷം കാലം കേസ് നടത്തിയത്, ആണോ? അല്ല. ഇനിയിപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ പറയുന്നത് കേട്ടു, എന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ട് കെടുത്തിൻ്റെ പാലക്കാട്, ഇതാണ് കിളി പോയ അവസ്ഥ. എന്നിട്ട് അത് ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോഷ്യൽ മീഡിയകളിൽ പല ആളുകൾ വരുന്നു, എന്തൊക്കെ വൃത്തികേടുകളാണ് അതിനകത്ത് ഇരുന്നിട്ട് ചില ആളുകൾ വിളിച്ചു പറയുന്നത്. ആ വിളിച്ചു പറയുന്നതിനൊക്കെ ന്യായീകരിക്കുക, അതിനെതിരെ കേസെടുത്ത് കൊണ്ടുപോയി സുഖമായി സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുത്തു വിടുക. ഈ ഒരു സിസ്റ്റം മാറ്റണമെന്ന്. ഇത് സിസ്റ്റം മാറ്റാൻ കേരളത്തിൽ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് സാധിക്കില്ലേ? സിനിമാ മേഖലകൾ നേരത്തെ രോഹിണി ചോദിച്ചു, ഒരു പ്രത്യേക സ്ഥലത്തൊരു മാഫിയയില്ലേ? ആ മാഫിയ ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താണ്? സിനിമയുടെ സംസ്കാരത്തെ കൃത്യമായി ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് കാലഘട്ടത്തിന് യോജിക്കാത്ത രീതിയിലേക്ക് അതിനെ കൊണ്ടുപോയി വയലൻസ് ആണ് സിനിമ എന്നും വയലൻസ് ആണ് ഏറ്റവും വലിയ ആരാധകർ ഉണ്ടാക്കേണ്ട ഒരു കാര്യമെന്നും വരുത്തി തീർത്തുകൊണ്ട് ഇതുപോലെയുള്ള പുകയും ഇടിയും ബഹളവും ബോംബേറും തിക്കും തിരക്കും വയലൻസുമായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് സ്ഥിരമായി. അധ്യാപകരുടെ പിറന്നാളാഘോഷം കണ്ടിട്ടില്ലേ? ഇപ്പൊ യൂട്യൂബിലും റീൽസിലൊക്കെ എന്താണ്, പിള്ളേർ തമ്മിൽ ഇങ്ങോട്ട് ഇടികൂടുന്ന സമയത്ത് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ കടന്നു വരുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചു മാറ്റുന്ന നേരത്ത് പിള്ളേർ പറയും ഹാപ്പി ബർത്ത്ഡേ ടീച്ചർ എന്ന് പറയും. പഠിക്കണം പിള്ളേരെ. എന്താണ് ഈ വയലൻസിലൂടെ എല്ലാ ആഘോഷങ്ങളും മേമ്പൊടിയാക്കി കാണിക്കുന്ന ഒരു ശൈലിയിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് ചെറിയ തലമുറ. നേരത്തെ രാഹുൽ ഈശ്വർ ഒരു കാര്യം പറഞ്ഞു, വളരെ ഗൗരവമുള്ള കാര്യം. എന്താണ്? സ്പിരിച്വൽ കാര്യങ്ങൾ. ഈ വിശ്വാസം എന്ന് പറയപ്പെടുന്ന ഭയം,
ഒരു സംശയമില്ലല്ലോ, അതൊരു ഭയം കൂടിയാണ്, ബഹുമാനവുമാണ് ഭയവുമാണ്. അപ്പൊ ഈ വിശ്വാസങ്ങൾ മുഴുവൻ വേണ്ട, അതൊക്കെ തെറ്റാണ്, അതൊന്നും ശരിയല്ല എന്ന് ഒരു വിഭാഗം വാദിക്കപ്പെടുന്ന സമയത്ത്, അത് ക്ഷേത്രങ്ങളായിക്കോട്ടെ, അത് പള്ളികളായിക്കോട്ടെ, അത് മോസ്കുകളായിക്കോട്ടെ, വളർന്നു വരുന്ന കുട്ടികൾ ആ ഒരു ശൈലി കൂടി പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന സമയത്ത്, അവർക്ക് തെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അരുതാത്ത് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഭയമുണ്ടാകും. അവർ ബഹുമാനിക്കും, പ്രകൃതിയെ കൃത്യമായി ബഹുമാനിക്കും. അതിൽ അവർ വിശ്വസിക്കുന്ന മതങ്ങൾ ഏതോ ആയിക്കോട്ടെ, ജാതിയോ മതമോ വർഗമോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവർക്കൊരു ഭയം ഉണ്ടാകേണ്ടതും അവർ അതിനെ ബഹുമാനിക്കപ്പെടേണ്ടതും സ്വാഭാവികമായിട്ട് തെറ്റിൽ നിന്ന് ഒരു പരിധി വരെ അവർക്കത് ചിന്തിക്കാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ അവർക്ക് തിരിച്ചറിവുണ്ടാകുന്ന പ്രായം വരെ അത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ടാകും. ഇതൊക്കെ മാറ്റുകയല്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ മാറ്റുന്നത്? ഇതിനെയൊക്കെ മാറ്റുന്നത് ഇതേപോലെയുള്ള ഒരു തീവ്രവാദ ശക്തികൾ ഈ പൊതുസമൂഹത്തെ, വളർന്നു വരുന്ന യുവതലമുറയുടെ തലച്ചോറിനെ പർച്ചേസ് ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാകുന്ന തലച്ചോറുകൾ ഉണ്ടാകരുത് എന്ന ചിന്താഗതിയോടുകൂടി, വിഘടന സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന തീവ്രവാദ ശക്തികൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ചെറുപ്പക്കാരുടെ തലച്ചോറിനെ അവർ കൃത്യമായി പർച്ചേസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അവർ അന്തവും കുന്തവും ഇല്ലാത്ത കിളി പോകുന്ന അവസ്ഥയിലേക്ക് പൊക്കോട്ടെ എന്ന് പറയപ്പെടുന്ന ആ ശക്തികളിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാകണം. അതിന് പോകാൻ ആര് തയ്യാറാകണം? സർക്കാർ അതിനകത്ത് കൃത്യമായ ആക്ഷൻ പ്ലാൻ ഉണ്ട്. 9.5 വർഷമായിട്ട് CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, അവിടെ BJP CPM കോൺഗ്രസ് ഒന്നും ഇല്ല കേട്ടോ. BJP-കാരന്റെ വീട്ടിൽ മയക്കുമരുന്ന് കഴിച്ചാലും, കോൺഗ്രസ്സുകാരന്റെ വീട്ടിൽ മയക്കുമരുന്ന് കഴിച്ചാലും, കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിൽ മയക്കുമരുന്ന് കഴിച്ചാലും ആ കുടുംബം പ്രതിസന്ധിയിലാവുകയാണ്. അവിടെ സംബന്ധിച്ച് അവിടെ രാഷ്ട്രീയം ഒന്നും നോക്കി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഭരിക്കുന്നവർ ആരാണ് എങ്കിലും ആ ഭരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൃത്യമായ ആക്ഷൻ പ്ലാനോടുകൂടി കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥർ, അതിനൊരു കുറവുമില്ല ഈ കേരളത്തിൽ. കാര്യപ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായി ഇറങ്ങി പ്രവർത്തിച്ചില്ല എങ്കിൽ 4ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് മുതലുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ കാരിയർ ആകുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാണ്. എനിക്ക് നല്ല പേടിയുണ്ട് രോഹിണിയെ. കാരണം ഈ പൊതുസമൂഹത്തിനകത്ത് എപ്പോ ഏത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നമ്മളൊക്കെ ഭയപ്പാടോടുകൂടെ, രോഹിണിയായാലും ഞാനായാലും രാഹുൽജി ആണെങ്കിലും എല്ലാവരും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ 1 നിയമം വഴി, 2 ആക്ഷൻ വഴി. ആക്ഷനും നിയമവും, നമുക്ക് ആക്ഷൻ എടുക്കാം. ഒരുത്തൻ ഈ വേഷം കെട്ട് കണ്ട് അവനെ പിടിച്ച് 4 കൊടുക്കാം, പിന്നെ നമ്മൾ കേസിൽ പ്രതിയാവണം, നമ്മൾ പോകണം. അത് നമുക്ക് സാധിക്കാത്ത ഉദ്യോഗസ്ഥ വൃത്തം കൃത്യമായി ചെയ്യണം. ആ ഉദ്യോഗസ്ഥരെ ചൂസ് ആൻഡ് പിക്ക് ചെയ്തുകൊണ്ട് ഇതിൽ കൃത്യമായി നടപടിയെടുക്കാൻ പ്രാപ്തിയുള്ള മിടുക്കന്മാരെ കണ്ടെത്തി അതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നിരിക്കെ സർക്കാർ അതിൽ കണ്ണടയ്ക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം വളരെ വിശാലമാണ്. സിനിമാ മേഖലയിൽ മാത്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള വിവിധ മേഖലകളിൽ നടക്കുന്ന ഈ അക്രമത്തെ, ഈ ലഹരിയുടെ വ്യാപനത്തെ തടയാൻ ഒരു മൈക്കിൽ പാട്ട് പാടിയോണ്ടോ കൈ കൊട്ടിയോണ്ടോ കാലത്തൊട്ട് വൈകുന്നേരം മുതൽ പ്രതിജ്ഞ എടുത്തോണ്ടൊന്നും കാര്യമില്ല. സിനിമ തുടങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടയായിട്ടുള്ള 2 പടം കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കള്ളു കുടിക്കുന്ന സമയത്ത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണ പോലെ അടിയിൽ 4 വരി എഴുതിയിട്ട് മദ്യം ഹാനികരമാണ് എന്ന് എഴുതിയത് കൊണ്ടുവന്നും കുട്ടികൾ ഈ പണിയിൽ നിന്ന് പുറകോട്ട് പോകില്ല, വലിയവരും ഈ പണിയിൽ നിന്ന് പുറകോട്ട് പോകില്ല. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിയമപരമായി ഞാൻ വെളിച്ചം കാണില്ല എന്ന ബോധം അവനിലേക്ക് ഉണ്ടാവുന്നിടത്ത് മാത്രമാണ് അത് കൃത്യമായിട്ട് പറയുന്നത് പിന്മാറുള്ളൂ. ആ ബോധം ഉണ്ടാക്കാൻ തയ്യാറാകേണ്ട വിഭാഗം അത് തയ്യാറാവാത്തത് അവർക്ക് സാമ്പത്തിക ഗുണമാണോ, ഇനി അവരുടെ ആളുകളൊക്കെ കൊഴിഞ്ഞു പോകുമെന്നുള്ള ഭയമാണോ? ഗോവിന്ദമാഷ് എന്തായാലും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് കള്ളുടിയന്മാരെ മുഴുവൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പോവാന്ന്. ഇനി പാർട്ടി അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആ വിമർശനം ഉന്നയിക്കാൻ ഇപ്പൊ എന്തായാലും തയ്യാറാകുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP ഇത്യാദി ബാക്കി എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്ന് കൈകോർത്തുകൊണ്ട് ഈ പ്രവർത്തനത്തിനെ കൃത്യമായി നേരിട്ടില്ലെങ്കിൽ, നമ്മൾ ഇതില് രംഗത്ത് ഇറങ്ങിയില്ല എങ്കിൽ തീർച്ചയായും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ഇത് ഉന്മൂലനം ചെയ്യാനുള്ള ഇച്ഛാശക്തി എല്ലാവരും വച്ച് പുലർത്തേണ്ടത് തന്നെയാണ്.